അതിപ്പോ വന്നിട്ട് പിന്നെ മൊത്തം ഫോഗ് അടിച്ച്. എവിടുന്നിട്ട് പോണ്ടേ? എക്സ്ക്യൂസ് മീ, നീ അന്തനെ പോലെ ഇരിക്കാന്ന് പറഞ്ഞാൽ നല്ലായിരുന്നു. ഞാൻ കുറച്ച് ഇങ്ങനെ ഇരുന്നല്ലോ, അപ്പൊ നീ ഇവിടെ വന്ന അറിയില്ലല്ലോ. ഞാനേ അങ്ങോട്ട് നോക്കിക്കാം. മാക്സിമ കുൽപ്പ മിയ ഖലീഫ ചോദിക്കണം. കുൽപ്പ എന്ന് വെച്ച പിഴ. അയ്യോ, പിന്നെ സായാഹ്ന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ വക എന്തായിരുന്നു? ഡയലോഗ് ഡെലിവറി പോരാ, ഭാഷാശുദ്ധി ഇല്ല, വാക്കുകൾക്ക് സ്പഷ്ടത പോരാ. കൈ വേദനടാ കൊറേ നേരം തേങ്ങാക്കൊല നിക്കാണ്ട്. പിന്നെ എനിക്ക് ഡയലോഗ് ഇല്ല, ഇവനാണുള്ളത്. ഇങ്ങനെ ഏതോ ഒരു അജ്ഞാത ശക്തി, പിന്നൊന്നും ഓർമ്മയില്ലടോ. ടെൻഷൻ ആക്കാതെ ചെയ്യണ്ടേ ഞാന്? എനിക്ക് അത്രക്ക് ദേഷ്യം വന്നു. എന്ത് വെറുപ്പീരാണ്, എന്ത് വെറുപ്പീരായിരുന്നു അത്. അവന്റെ അമ്മേന്റെ തലല്ല, സോറി, അവന്റെ അമ്മയല്ല, അവന്റെ അമ്മയെ കൊല്ലാൻ നോക്കി. അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്. എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ. രണ്ടാൾക്കാർ അവിടെ വന്നിട്ട് അറിയില്ല. അയ്യോ, ഒന്നും പോയടാ. ഓ, അങ്ങനെയാണെങ്കിൽ ഒരു നുണയത്തിയോട് അയ്യോടാ. ഒന്നിക്കൽ പഞ്ചായത്തായി മുഴുവൻ പെറുക്കിയെടുക്കാൻ ആര് പറഞ്ഞു? അതെ, എന്റെ അമ്മയ്ക്ക് കുഴപ്പമൊന്നും ഇല്ലെങ്കിലോ, നീ പറഞ്ഞല്ലേ കള്ളമാണെങ്കിലോ, ഒരു നുണേന്റെ കൂടെ ജീവിക്കണ്ടാന്ന് ഞാൻ അങ്ങോട്ട് വെക്കും. അല്ല, ജീവിക്കണ്ട, നമുക്ക് കുറച്ച് മണിക്കൂറത്തേക്ക് എന്തെങ്കിലും അല്ല എന്തെങ്കിലും കട്ട് വിളിക്ക്.